ശ്രീ ജെയ്സൺ സാമുവൽ എന്നോടൊപ്പം ചേരുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ്. ശ്രീ ജെയ്സൺ, കർണാടകയിലെ പോലീസാണോ നല്ലത്, കേരളത്തിലെ പോലീസാണോ നല്ലത്? അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. രണ്ടും വ്യത്യാസമല്ലേ സാറേ. ആ എന്നാലും ഇപ്പോഴത്തെ ഇന്നത്തെ രീതി അനുസരിച്ച് അദ്ദേഹത്തിന്റെ മന്ത്രിയുടെ സംസാരം അനുസരിച്ച് ഒരു മാറ്റം നമുക്ക് അനിവാര്യമാണ്. ആ നമുക്കൊരു മാറ്റം വരണം. അത് ഉടനെ ഉണ്ടാവും എന്നുള്ളതല്ല, ക്രമേണ അത് ഉണ്ടായാൽ നല്ലതാണ്. പോലീസ് ആളുകളുടെ വിഷയങ്ങൾ ഏറ്റെടുക്കുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ മയക്കുമരുന്ന് ഒരു വലിയ സംഭവമായി വരികയാണ്. ഞാൻ ഈ അങ്ങും ബാംഗ്ലൂരൊക്കെ ഇതിൻ്റെ സാഹചര്യം എങ്ങനെയാണെന്ന് മനസ്സിലായി. അവിടെ ഇത് വലിയൊരു വിഷയമല്ലേ, ഈ യുവാക്കളുടെ ഇടയിലെ മയക്കുമരുന്നും അതുപോലെ കോളേജ് വിദ്യാർത്ഥികളുടെ ഇടയിൽ, സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇടയിൽ, അത് അവിടെ എഫക്റ്റീവായി ഹാൻഡിൽ ചെയ്യുന്നുണ്ടോ? എവിടെയായാലും, കേരളത്തിലായാലും ബാംഗ്ലൂരിലായാലും ഇന്ത്യയിൽ എവിടെയായാലും അത് പുതുതലമുറയെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അത് തെറ്റായ ഒരു ശീലമാണ്. അതിന് വേണ്ട നടപടി സ്വീകരിച്ചേ മതിയാവും. ഓക്കെ, അപ്പോൾ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഏതായാലും ജൂൺ 1 സ്കൂൾ തുറക്കുന്ന അന്ന് മുതൽ ഈ ഓപ്പറേഷൻ തൂഫാൻ നാർക്കോ ഹണ്ട് ആരംഭിക്കുകയാണ്. അത് കേരളത്തിലെ DGPമാർ മറ്റ് സംസ്ഥാനങ്ങളിലെ DGPമാരുമായി ബന്ധപ്പെടും. സിന്തറ്റിക് ഡ്രഗ്സ്, ഹൈബ്രിഡ് കഞ്ചാവ് എന്നിവ കേരളത്തിലേക്ക് വരുന്ന സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെടും. പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകും. ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് രമേശ് ചെന്നിത്തല. അപ്പോൾ